ഇവിടെ ഒരു ലേഡി ഒന്നും കാണാതിരിക്കാൻ വേണ്ടി കണ്ണടച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ലേഡിയുടെ ചെവിയിൽ ആരോ കണ്ണു തുറക്കാൻ വേണ്ടി മന്ത്രിക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നു. നോക്കുമ്പോൾ ആ ഒരു ലേഡിയുടെ മുന്നിലായി തലനിറയെ പാമ്പായി ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നുണ്ടാകും. ആ ഒരു വോയിസിൽ മയങ്ങിയ ലേഡി പതിയെ കണ്ണു തുറന്നു നോക്കുന്നു. ഇപ്പോൾ ആ ഒരു സ്ത്രീയുടെ കണ്ണിലേക്ക് നോക്കി അവരാണെങ്കിൽ പതിയെ കല്ലായി മാറുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ ഇവളുടെ പേരാണ് മെഡ്യൂസ. ഇവളുടെ കണ്ണിലേക്ക് ആര് നോക്കിയാലും അവർ അപ്പോൾ തന്നെ കല്ലായി മാറും. എന്നാൽ ഇപ്പോൾ ആ ഒരു ലേഡി കല്ലായി മാറിയത് മൂലം ഈ ഒരു പെൺകുട്ടിയുടെ കൈ അതിൽ കുടുങ്ങിപ്പോകുന്നു. മെഡ്യൂസയാണെങ്കിൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ കണ്ണും തുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവളുടെ കണ്ണ് കാണാതിരിക്കാൻ വേണ്ടി അവനവന്റെ ഫോൺ തന്നെ ഒരു മിറർ പോലെ യൂസ് ചെയ്യുകയാണ്. അതിൽ ഡൈവേർട്ടായ മെഡ്യൂസയാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു സ്റ്റാച്ചു തള്ളിവിടുകയും നമ്മുടെ ഹീറോ അതിനിടയിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. മെഡ്യൂസയാണെങ്കിൽ അവന്റെ ഫോൺ എടുത്ത് അതെന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു അവസരം മുതലാക്കി ഇവൻ അവളുടെ തല തന്നെ വെട്ടിക്കളയുന്നു. തല വെട്ടിയതാണെങ്കിലും അവളുടെ കണ്ണിന് ഇപ്പോഴും ശക്തിയുണ്ടെന്നറിയുന്ന അവരാണെങ്കിൽ അവളുടെ തല അവിടെ നിന്നും എടുത്തു കൊണ്ടുപോകുന്നു. ഇപ്പോൾ അവരാണെങ്കിൽ ഒരു മന്ത്രക്കല്ലെടുക്കാൻ വേണ്ടി ഒരു മ്യൂസിയത്തിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ അവിടെ വെച്ച് അവരൊരു ഹൈഡ്രയുടെ മുന്നിൽ പെട്ടുപോകുന്നു. അവിടെ നിന്നും രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലാതെ അവസാനം അവർ ആ മെഡ്യൂസയുടെ തലയെടുത്ത് ഹൈഡ്രയ്ക്ക് മുന്നിലേക്ക് കാട്ടുന്നു. ഇപ്പോഴാണെങ്കിൽ അവളുടെ കണ്ണിലേക്ക് നോക്കിയ ആ ഒരു ഹൈഡ്രയും പതിയെ കല്ലായി മാറുന്നു.